അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ പ്രാർത്ഥിക്കണമേ. എന്നതമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശരീരവും ആത്മാക്കളും ബറയ്ക്കുമോർ ജീവനും മരണവും അവിടുത്തെ കരങ്ങളിൽ ഇരിക്കുന്നുവെന്നും എബ്രാനെ അവിടുന്ന് വിളിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ വരേണ്ടവരാണെന്നും തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവനോ മരണമോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നും എൻ്റെ ക്രിസ്തുവിൽ എന്നെ വേർപിരിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ മരണത്തിനപ്പുറമായ നിത്യമായ ജീവന്റെ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേർപിരിയുന്നവരെ പറ്റി ക്രിസ്തുവിലുള്ള പ്രത്യാശയോടായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രാനെ പിതാവിന് നൽകിയ ജീവിതത്തിനായിട്ട് സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും തമ്പുരാൻ കൂട്ടായിട്ടിരുന്നല്ലോ. തിരുസാന്നിധ്യം മുന്നോട്ടുള്ള ജീവിതത്തെ അനുഗ്രഹീതമായിട്ട് നയിക്കുന്നതിന് സഹായിച്ചു. ക്ഷീണത്തിലും ബലഹീനതയിലും നിന്റെ കരുണ കൂടെ ഇരുന്നല്ലോ. അബ്രാനെ യഥാസമയം ദൈവഹിത പ്രകാരം നമ്മുടെ ദാസനോടൊക്കെ കടന്നു വരേണ്ടവരാണെന്നൊരു ബോധ്യത്തോടായിരിക്കാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്. എപ്പോഴോ എവിടെയോ അവിടുന്ന് വിളിക്കുമ്പോൾ മുഖപ്രസന്നതയോടെ നിൽക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. നടക്കേണ്ട ശുശ്രൂഷ അനുഗ്രഹപ്രദമായിട്ട് തീരണമേ. കാരുണ്യവാനായ കർത്താവെ സ്തോത്രം സമർപ്പിക്കാനായിട്ട് തന്നെ പിതാവാന്തത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ മേലെ കർത്താവെ നമ്മളുടെ വിശ്വാസത്തോട് വാങ്ങിപ്പോയ ഈ പിതാവിന്റെ ആത്മാവിന്റെ പേരും കർമ്പാട് ഒരുക്കുന്ന സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവരും എപ്പോഴും എന്നും അദ്ദേഹം ഉണ്ടായിരിക്കട്ടെ. ചെയ്യപ്പെട്ടവരെ ഒന്നിനായ ദീപിക്കപ്പെട്ടൻ ഏറെ ദൂരം നിന്നാണ് 19 രാവിലെ സമയത്ത് കടന്നു വരികയും പ്രാർത്ഥനയിൽ നമ്മെ അനുഭവിക്കുകയും ചെയ്തു. ഈ പ്രിയപിതാവിനുമുള്ള സ്നേഹം വിഭാഗത്തോടുള്ള കടപ്പാട് വിവരമാണെന്ന് അച്ഛൻ രാവിലെ തന്നെ കടന്നു വന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വാക്ക് അനുശോചനം അറിയിക്കും. നമ്മളടക്കമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദി അവരുടെ ഭവനത്തിന് വേണ്ടി അറിയിക്കുന്നു. 2 മണിക്ക് പ്രാർത്ഥനയ്ക്കുള്ള ശുശ്രൂഷ ആരംഭിക്കും. പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കും കുടുംബത്തിന്